കൃഷ്ണ. എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം. ശ്രീ ബ്രഹ്മസംഹിത. വൃന്ദാവനേശ്വരനായ അല്ലെങ്കിൽ ഗോലോകനാഥനായ ശ്രീകൃഷ്ണൻ വനമാലയണിഞ്ഞ, ഓടക്കുഴൽ പിടിച്ച, മയിൽപീലി ചൂടിയ, പീതാംബര വസ്ത്രം ധരിച്ച ആ ഗോലോകേശ്വരനെ നമുക്ക് എപ്പോഴും സ്തുതിക്കാം, എപ്പോഴും ഭജിക്കാം, എപ്പോഴും പ്രണമിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗായത്രി കൂടി ജപിക്കുക. ക്ലീം കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹി തന്നോനംഗ പ്രചോദയാത്. എല്ലാ ദേവീ ദേവന്മാർക്കും ഗായത്രി ഉണ്ട്. പക്ഷെ ഈ കിശോരഭാവത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗായത്രി ഇതാണ്. ഒന്നുകൂടി ജപിക്കാം. ക്ലീം കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹി തന്നോനംഗ പ്രചോദയാത്. തന്നോ അനംഗ പ്രചോദയാത് എന്നാണ് അവിടെ കേൾക്കണം. ഹരേ കൃഷ്ണ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈ പ്രപഞ്ചത്തിന്റെ സർവകാരണങ്ങൾക്കും കാരണനായ ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് ഭജിക്കാം. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ബ്രഹ്മസംഹിതയുടെ 12ാമത്തെ ശ്ലോകമാണ്. അതായത് ബ്രഹ്മസംഹിത പുസ്തകത്തില് 56 ശ്ലോകങ്ങൾ കൊടുത്തിരിക്കുന്നതിൽ 39ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ആദ്യം ഇതിന്റെ ഫലശ്രുതിയും അതുപോലെ ബ്രഹ്മാവ് ഗോലോകത്തെ കുറിച്ച് വർണ്ണിക്കുന്നതുമാണ്. ഹരേ കൃഷ്ണ. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. രാമാദിമൂർത്തിഷു കലാ നിയമേന തിഷ്ഠൻ നാനാവതാരമകരോദ്ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമപ്പുമാന്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അവരവരുടെ ഈണത്തിൽ ജപിക്കാം. ഭഗവാനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ചിത്തശുദ്ധിയോടുകൂടി ഏത് നാമം ജപിക്കുന്നതോ അത് ഭഗവാൻ കേൾക്കും. ഹരേ കൃഷ്ണ. രാമാദിമൂർത്തിഷു കലാ നിയമേന തിഷ്ഠൻ നാനാവതാരമകരോദ്ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമപ്പുമാന്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യാതൊരാൾ, അതായത് കൃഷ്ണ ഭഗവാൻ സ്വന്തം അംശങ്ങളായ രാമാദികൾ പോലുള്ള നാനാവിധത്തിലുള്ള അവതാരങ്ങളായി ലോകങ്ങളിൽ സ്ഥിതി ചെയ്യുകയും സ്വയം കൃഷ്ണനായി ഭവിക്കുകയും ചെയ്തുവോ ആ പരമപുരുഷനും ആദിപുരുഷനുമായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഇപ്പോൾ നമ്മൾ രാമായണ മാസമാണ്. ആ രാമനും കൃഷ്ണൻ തന്നെയാണെന്ന് ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ്. ഏത് ഒരു പുരുഷനാണോ, ഏത് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ആദിവിരാട് പുരുഷ നാരായണൻ, അതായത് വിഷ്ണു ഭഗവാൻ, അദ്ദേഹം ഏതെല്ലാം അവതാരങ്ങൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ തന്നെയാണ്, ഈ ലോകത്തിലെ എല്ലാ അവതാരങ്ങളും ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ്. ദിവ്യ ഗോലോകവാസിയായ ഗോവിന്ദന്റെ അംശങ്ങളാകുന്നു ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും. ഹരേ കൃഷ്ണ. വിവിധ രൂപങ്ങളിൽ അവതരിച്ച എല്ലാ വേഷവും, എല്ലാ ഓരോ ചെറിയ അണുക്കളും, ഉറുമ്പും പാറ്റയും എലിയും പൂച്ചയും പട്ടിയും, അങ്ങനെ 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 എല്ലാത്തിൻ്റെയും ആത്മാവ് ഞാൻ തന്നെയാകുന്നു. അങ്ങനെയുള്ള നാരായണനെ, അങ്ങനെയുള്ള ആ കിശോരഭാവത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. യസ്യ പ്രഭവതോ ജഗദണ്ഡ കോടി കോടീശ്വശേഷ വസുദാദി വിഭൂതി ഭിന്നം തദ്ബ്രഹ്മ നിഷ്കളമനന്തമശേഷഭൂതം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യസ്യ പ്രഭവതോ ജഗദണ്ഡ കോടി കോടീശ്വശേഷ വസുദാദി വിഭൂതി ഭിന്നം തദ്ബ്രഹ്മ നിഷ്കളമനന്തമശേഷഭൂതം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഈ ഭൂമി തുടങ്ങിയ ലോകങ്ങളിലുള്ള അനന്തമായതും ദിവ്യമായതുമായ ഐശ്വര്യങ്ങളെല്ലാം യാതൊരു ഭഗവാന്റെ തേജസ് കാരണം, അതായത് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ തേജസ് കാരണമാണ് ഉത്ഭവിച്ചത്.
ആ ഐശ്വര്യങ്ങളിൽ നിന്നെല്ലാം ഭിന്നമായതും നിഷ്കളവും അനന്തവും സമ്പൂർണവുമായിരിക്കുന്ന ആ ബ്രഹ്മം യാതൊരു ഭഗവാന്റെ തേജസ്സാകുന്നുവോ, അതായത് ഈ ബ്രഹ്മം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ തേജസ്സാകുന്നു എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. ആ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭഗവാന്റെ അനന്തമായ തേജസ്സാണ് ഈ ഭൗതിക ഗുണങ്ങളെല്ലാം നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഹരേ കൃഷ്ണ. അതിനാൽ അത് നിർഗുണവും നിഷ്കളവുമാകുന്നു. ലോകങ്ങളിലെ സകല ഐശ്വര്യങ്ങൾക്കും ഹേതുവാകുന്ന ഈ ദിവ്യ സ്രോതസ്, അതായത് ഈ പരബ്രഹ്മം ഇല്ല എങ്കിൽ ലോകം നിശ്ചലമാണ്. എല്ലാവരും പറയും ദൈവമില്ല, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത് എന്ന്. പക്ഷേ ഈ പരബ്രഹ്മം ഒന്ന് കണ്ണുപൂട്ടിയാൽ ഈ ലോകം തന്നെ നിശ്ചലമാകും. ഹരേ കൃഷ്ണ. ഈ ലോകങ്ങളും വസ്തുക്കളും എല്ലാം അനേക വിവിധങ്ങളാകുന്ന ത്രിഗുണാത്മങ്ങളാകുന്നു. എന്നാൽ അവയുടെ എല്ലാ സ്രോതസ് അവയിൽ നിന്നെല്ലാം ഭിന്നമായി ഏകവും നിർഗുണവുമായിരിക്കുന്ന പരബ്രഹ്മമാകുന്നു. ആ പരബ്രഹ്മമാണ് ഗോവിന്ദൻ. ആ ഗോവിന്ദനെ ഞാൻ സദാ ഭജിക്കുന്നു. സദാ എൻ്റെ ഹൃദയത്തിൽ ഗോവിന്ദ ഗോവിന്ദ ഹരേ കേശവ ഹരേ മാധവ ഹരേ നാരായണ ഹരേ 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 എന്നിങ്ങനെ നമ്മളിങ്ങനെ ഭജിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ഹൃദയസ്പന്ദനം എപ്പോഴും ഇങ്ങനെ സന്തോഷപൂരിതമാകും. ഹരേ കൃഷ്ണ. മായാഹി യസ്യ ജഗദണ്ഡശതാനി സൂതേ ത്രൈഗുണ്യ തദ്വിഷയ വേദവിദായമാന സത്വാവലംബി പരസത്വം വിശുദ്ധ സത്വം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യാതൊരു ഭഗവാൻ, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ത്രിഗുണാത്മികമായ മായയെ കൊണ്ട് നൂറുകണക്കിന് ലോകങ്ങളെ ജനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മായാവിഷയങ്ങളെ പറ്റിയുള്ള അറിവ് വിസ്തരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിച്ചതിനെല്ലാം ആശ്രയമായിരിക്കുന്ന ആത്യന്തിക സത്യവും വിശുദ്ധ സത്യവുമായ ആ ആദിപുരുഷനെ ഞാൻ വന്ദിക്കുന്നു. ഗോവിന്ദൻ തന്റെ മായാശക്തി കൊണ്ട് ഗുണവിഷയങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവയെക്കുറിച്ചുള്ള ജ്ഞാനത്തെ ശാസ്ത്രങ്ങളിലൂടെ ലോകത്തിന് പ്രകടമാക്കുകയും ചെയ്യുന്നു. സത്യസാക്ഷാത്കാരം നേടിയ ഗുരുവിനെ ശരണം പ്രാപിച്ച് ഈശ്വരാനുഗ്രഹം പ്രാപിക്കുക വഴി ആ ജ്ഞാനത്തെ സാധകന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ആവശ്യമാണ്. ആ ഗുരുവിനെ പ്രാപിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അജ്ഞാനമെല്ലാം മാറിപ്പോകും. ഗുരുവിനെ തേടുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഗുരുവിനെ തേടുക, അതായത് പൈസയെ മോഹിക്കാതെ നമുക്ക് ആത്മജ്ഞാനം പകർന്നു തരുന്ന ഗുരുവിനെ തേടുക, അന്ധവിശ്വാസങ്ങളില്ലാത്ത ഗുരുവിനെ തേടുക. ഹരേ കൃഷ്ണ. ആ ഗുരു നമുക്ക് തനിയെ വായിക്കാനും നമുക്ക് തനിയെ അറിവ് നേടുവാനും എല്ലാം സാധിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ഗുരുവായി സ്വീകരിക്കാം എപ്പോഴും. അല്ലെങ്കിലും ഈ ആദിപുരുഷനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് മാത്രം വേണം നമ്മുടെ ഓരോ കർമ്മങ്ങളും തുടങ്ങാൻ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഈ ജഗത്തിന് മുഴുവൻ ഗുരുവായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് ഗുരുവായി സ്വീകരിക്കാം. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു ഗുരു തന്നെ വേണം ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട്. ഈ നമ്മുടെ വേദമന്ത്രങ്ങളെല്ലാം സംസ്കൃതത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ അക്ഷരങ്ങൾ എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗുരു ആവശ്യമാണ്. ഹരേ കൃഷ്ണ. ആനന്ദ ചിന്മയ രസാത്മതയാ മനസ്സു യപ്രാണിനാം പ്രതിഫലൻ സ്മരതാമുപേത്യ ലീലായിതേന ഭുവനാനി ജയത്യജസ്രം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആനന്ദ ചിന്മയ രസാത്മതയാ മനസ്സു യപ്രാണിനാം പ്രതിഫലൻ സ്മരതാമുപേത്യ ലീലായിതേന ഭുവനാനി ജയത്യജസ്രം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആനന്ദ ചിന്മയ രസാത്മതയാ മനസ്സു യപ്രാണിനാം പ്രതിഫലൻ സ്മരതാമുപേത്യ ലീലായിതേന ഭുവനാനി ജയത്യജസ്രം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി.
ഏതൊരു ഭഗവാൻ തന്നെ സ്മരിക്കുന്ന പ്രാണികളുടെ മനസ്സിൽ ആനന്ദ ചിന്മയ രസാത്മകമായി വന്നു പ്രതിഫലിക്കുന്നു. അതായത് നമ്മള് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് ആനന്ദം കിട്ടുന്നു. ഏതൊരുവനാണോ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ ഇങ്ങനെ നിരന്തരം ഭജിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് ഭഗവാൻ എപ്പോഴും ആനന്ദത്തെ തരുന്നു. എല്ലാവരും പറയും ശ്രീകൃഷ്ണനെ വിളിക്കുന്നവർക്ക് ദുഃഖം തരുന്നു എന്ന്. അത് ഭഗവാനെ എനിക്ക് അത് കിട്ടണേ, എനിക്ക് ഇങ്ങനെ കിട്ടണേ എന്നുള്ള ആ ചിന്തയില് വിളിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ കിട്ടാതാകുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നത്. ഭഗവാനെ ഇങ്ങനെ നിരന്തരം പ്രേമഭക്തിയോടുകൂടി വിളിക്കുമ്പോൾ ആ കിട്ടാതായതിനൊന്നും തന്നെ നമുക്ക് ദുഃഖം ആകുകയില്ല. നമുക്ക് ദുഃഖം ഏക്കാതെ എപ്പോഴും സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. സ്വന്തം ലീലകളാൽ സദാ ലോകങ്ങളെ ജയിച്ചു നിൽക്കുന്നു ആ കൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ആദി വിരാട് പുരുഷ നാരായണനെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു. ഭൗതിക ലോകത്തിന് എപ്പോഴെല്ലാം ധർമ്മക്ഷയം ഉണ്ടാവുകയും തദ്വാര ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ അവതരിക്കുകയും ചെയ്യും. ഭഗവാൻ നമ്മുടെ മനസ്സിലാണ് അവതരിക്കുന്നത്. നമുക്ക് എപ്പോഴെല്ലാം ദുഃഖങ്ങൾ വരുന്നുവോ, നമുക്ക് എപ്പോഴെല്ലാം തളർച്ച ഉണ്ടാകുമോ, അപ്പോൾ കൃഷ്ണ എന്നൊന്ന് നീട്ടി വിളിച്ചാൽ ആ ഭഗവാൻ നമ്മളിൽ തന്നെ അവതരിച്ച് നമുക്ക് സന്തോഷം തരുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ഗോലോകനാംനി നിജധാംനി തലേജ തസ്യ ദേവി മഹേശ ഹരിധാമസു തേഷു തേഷു തേദേ പ്രഭാവ നിജയാ വിഹിതാച്ചയേന ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഗോലോകനാംനി നിജധാംനി തലേജ തസ്യ ദേവി മഹേശ ഹരിധാമസു തേഷു തേഷു തേദേ പ്രഭാവ നിജയാ വിഹിതാച്ചയേന ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഗോവിന്ദന്റെ വാസസ്ഥാനം ഗോലോകം തന്നെയാകുന്നു. അത് നമ്മുടെ വൈകുണ്ഠത്തിനും അപ്പുറത്താണ് ഈ ഗോലോകധാമം. ആ ഗോലോകത്തിലെ ശ്രീകൃഷ്ണൻ മാത്രമാണ് ഏകദൈവം. നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കുന്നവർക്ക് മറ്റൊരു ദേവതയെ പൂജിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ആ ദേവതയുടെ പേരിട്ട് നമ്മൾ വിളിക്കുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ഈ കാണുന്നതെല്ലാം എൻ്റെ തന്നെ, ഞാൻ തന്നെ. ഈ കാണുന്ന ശിവനും ബ്രഹ്മാവും സുബ്രഹ്മണ്യനും അതുപോലെ ഇന്ദ്രനും ദേവാദിദേവന്മാരെല്ലാവരും ഞാൻ തന്നെയാകുന്നു. അതുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങളിലും കണ്ട് ദർശിച്ച് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആനന്ദം കണ്ടെത്താൻ സാധിക്കും. ഹരേ കൃഷ്ണ. അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ദേവിയുടെയും അതിനു മുകളിലുള്ള മഹേശന്റെയും അതിനു മുകളിലുള്ള വിഷ്ണുവിൻ്റെയും ആയ ധാമങ്ങളിൽ ഓരോന്നിലും അതത് വിശിഷ്ട അതിഥികളെ അല്ലെങ്കിൽ വിശിഷ്ട ശക്തികളെ സമർത്ഥമായി യാതൊരു ഭഗവാനിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭഗവാനെ തന്നെയാണ് ഞാൻ ഇപ്പം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ഭഗവാൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാം. ദേവിയും ശിവനും പാർവതിയും സരസ്വതിയും അങ്ങനെ നമ്മുടെ ഭഗവാനിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വിഭിന്ന രൂപങ്ങളാകുന്നു. അതുകൊണ്ട് ഏത് രൂപത്തിൽ വിളിച്ചാലും അത് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് തന്നെ എത്തുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് ഒന്നും കൂടെ ജപിക്കാം. ഗോലോകനാംനി നിജധാംനി തലേജ തസ്യ ദേവി മഹേശ ഹരിധാമസു തേഷു തേഷു തേദേ പ്രഭാവ നിജയാ വിഹിതാച്ചയേന ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ. എല്ലാവരും ഈ ഒരു ബ്രഹ്മസംഹിത പഠിച്ച് ജപിക്കുക. ഹരേ കൃഷ്ണ. അവരവരുടെ ഈണത്തിൽ ജപിച്ചാൽ മതി. അല്ലാതെ നമുക്ക് ഇപ്പം എൻ്റെ ഈണം അധികം കൊള്ളുമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കേൾവിക്കാരും കാഴ്ചക്കാരും ഒക്കെ കുറവാണ്. പക്ഷെ നമ്മൾ അക്ഷരം തെറ്റില്ലാതെ ചിത്തശുദ്ധിയോടുകൂടി ഇത് ജപിക്കുക. ഹരേ കൃഷ്ണ.